ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 16 നടന്നിട്ടുള്ള സൗദി ഫാർമസി ടെക്നീഷ്യൻ എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ഡിസ്കഷന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ വരുന്നത് ദി എഫക്ട് ഓഫ് ഫോർ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് ക്ലാസസ് എ ടു ഡി ഓൺ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം ആർ ഷോൺ ബിലോ. വിച്ച് ക്ലാസ് ഈസ് റെപ്രസെന്റഡ് ബൈ ദി ഡ്രഗ് സി? ഇവിടെ നമുക്ക് 4 ഡ്രഗ്സ് എ ബി സി ഡി എന്ന് പറഞ്ഞ 4 ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ഡ്രഗ്സിന്റെയും എഫക്ട് ഓൺ റെനിൻ കോൺസെൻട്രേഷൻ, ആൻജിയോടെൻസിൻ 1 കോൺസെൻട്രേഷൻ, ആൻജിയോടെൻസിൻ 2 കോൺസെൻട്രേഷൻ ആൻഡ് ആൻജിയോടെൻസിൻ റിസപ്റ്റർ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്നുള്ള ആരോ കൊടുത്തിട്ട് നമുക്ക് ആ 4 ഡ്രഗ്സിനെയും എഫക്റ്റും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഡ്രഗ് സി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഡ്രഗ് സി എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രഗ് സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെനിൻ കോൺസെൻട്രേഷൻ, അതേപോലെ ആൻജിയോടെൻസിൻ 1 കോൺസെൻട്രേഷൻ, ആൻജിയോടെൻസിൻ 2 കോൺസെൻട്രേഷൻ എല്ലാം ഇൻക്രീസ്ഡ് ആരോ ആണ് കാണിച്ചിട്ടുള്ളത്. ആൻജിയോടെൻസിൻ റിസപ്റ്ററിൽ ഡിക്രീസ്ഡ് ആരോ. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ആൻജിയോടെൻസിൻ റിസപ്റ്ററിലാണ് ആ ഒരു ഡ്രഗിന്റെ എഫക്റ്റ് അവിടെ കുറവായിട്ടുള്ളത്. ആ ഒരു റിസപ്റ്ററിലാണ് ആ ഡ്രഗ് എഫക്റ്റ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എ ഡയോററ്റിക്സ്, ബി ഡയറക്റ്റ് റെനിൻ ഇൻഹിബിറ്റേഴ്സ്, സി ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ്, ഡി ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റർ. ഇത്രയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റിസപ്റ്ററിൽ ആ ഒരു എഫക്റ്റ് വരുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ഏതാണ്? ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു മെക്കാനിസം ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് ഡ്രഗ് സി എന്ന് പറയുന്നത് ആൻജിയോടെൻസിൻ റിസപ്റ്ററിലാണ് അതിന്റെ എഫക്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ ആണ് ഈ ഒരു ഡ്രഗ് സി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അത് ബി ആണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ, ഡ്രഗ് ബി ഏതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? റെനിൻ കോൺസെൻട്രേഷൻ, അതേപോലെ ആൻജിയോടെൻസിൻ 1 കോൺസെൻട്രേഷൻ, ഇത് രണ്ടും ഇൻക്രീസ്ഡ് ആരോ ആണ്. ആൻജിയോടെൻസിൻ 2 കോൺസെൻട്രേഷൻ അവിടെ ഡിക്രീസ്ഡ്, റിസപ്റ്ററിൽ അവിടെ എഫക്റ്റും വരുന്നില്ല. അപ്പോൾ ആ ഒരു ആൻജിയോടെൻസിൻ 1 അവിടെ എഫക്റ്റ് അത് ഫോം ആയിട്ടുണ്ട്. ആൻജിയോടെൻസിൻ 2 കൺവേർഷനിലാണ് അവിടെ ആ ഒരു എഫക്റ്റ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റർ, ACE ഇൻഹിബിറ്റർ ആണ് ആ ഒരു ഡ്രഗ് ബി എന്നുള്ളത്. ആൻജിയോടെൻസിൻ 1 to 2 കൺവേർഷനിലാണ് അവിടെ ആ ഒരു എഫക്റ്റ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഡ്രഗ് ബി എന്ന് പറയുന്നത് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റർ ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മെക്കാനിസം ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഡ്രഗ് ഏതാന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡ്രഗ് സി ചോദിച്ചിട്ടുള്ളത്, ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇൻ ക്ലീൻ റൂം ക്ലാസിഫിക്കേഷൻസ് ISO 7 typically applies to which type of room? Option A buffer room, option B anti room, option C primary engineering control and option D clean storage room. ISO 7 എന്ന് പറയുന്നത് ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതിനായിരിക്കും ISO 7? ഇതിൽ ആൻസർ വരുന്നത് ബഫർ റൂം ആണ് ആൻസർ വരുന്നത്. ബഫർ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു സ്റ്റെറൈൽ പ്രിപ്പറേഷൻസിന്റെ കോമ്പൗണ്ടിങ് ഒക്കെ നടക്കുന്ന ആ ഒരു റൂമിനെയാണ് നമ്മൾ ബഫർ റൂം എന്ന് പറയുന്നത്. അപ്പൊ ബഫർ റൂം എന്ന് പറയുന്നത് അത് ISO 7 ആയിരിക്കണം. ഓക്കെ, ഇനി ഇതിൽ ഓപ്ഷൻ ബി ആന്റി റൂം. ആന്റി റൂം എന്ന് പറയുന്നത് എന്താ? ഈ ബഫർ റൂമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു സ്റ്റെറൈൽ കോമ്പൗണ്ടിങ്ങിന് പ്രിപ്പയർ ചെയ്യാൻ ആ ഒരു പ്രിപ്പറേഷൻ, അതായത് ഗൗണിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു റൂമിനെയാണ് നമ്മൾ ആന്റി റൂം എന്ന് പറയുന്നത്. അത് ബഫർ റൂമിനോട് കണക്റ്റഡ് ആയിരിക്കും. പക്ഷെ അവിടെ ആന്റി റൂമിൽ നമ്മൾ ISO 8 ആണ് അവിടെ ആ ഒരു ISOന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ആന്റി റൂമിൽ ISO 8 ആണ്. ഇനി ഓപ്ഷൻ സി പറയുന്ന പ്രൈമറി എഞ്ചിനീയറിംഗ് കൺട്രോൾ, PEC എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെറൈൽ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്ന ലാമിനാർ എയർ ഫ്ലോ വർക്ക് ബെഞ്ചസ് ഒക്കെയാണ് നമ്മൾ ഈ പ്രൈമറി എഞ്ചിനീയറിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൈമറി എഞ്ചിനീയറിംഗ് കൺട്രോളിന്റെ ഉള്ളിൽ ISO 5 ആയിരിക്കണം ആ ഒരു എയറിന്റെ ക്വാളിറ്റി വരുന്നത്. ഓക്കെ, പ്രൈമറി എഞ്ചിനീയറിംഗ് കൺട്രോളിന്റെ ആ ഒരു സ്പേസിൽ നമുക്ക് ISO 5 ആണ് ആ ഒരു എയറിന്റെ ആ ഒരു ക്വാളിറ്റി വേണ്ടത്. ഇനി ആ ഒരു പ്രൈമറി എഞ്ചിനീയറിംഗ് കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ലാമിനാർ എയർ ഫ്ലോ വർക്ക് ബെഞ്ചസ് ഒക്കെ വെച്ചിട്ടുള്ളത് ബഫർ റൂമിലായിരിക്കും. അപ്പോൾ ആ വെച്ചിട്ടുള്ള ഒരു ബഫർ റൂമിൽ ISO 7ഉം അതേപോലെ ആ ഒരു ലാമിനാർ എയർ ഫ്ലോ വർക്ക് ബെഞ്ചസിന്റെ ഉള്ളിൽ ISO 5ഉം ആയിരിക്കണം ആ ഒരു എയർ ക്വാളിറ്റി വരേണ്ടത്. ഓക്കെ, ഇനി ക്ലീൻ സ്റ്റോറേജ് റൂം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ISO 8 ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് ആ ഒരു ISO 7 എന്ന് പറയുന്നത് ബഫർ റൂം ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതാണ് വാട്ട് ഈസ് ദി ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഫോർ മാനേജിങ് ഡയബറ്റീസ് ഇൻ എ 40-year-old ഒബസ് പേഷ്യന്റ്? ഓപ്ഷൻ എ മെറ്റ്ഫോമിൻ, ഓപ്ഷൻ ബി ഗ്ലിമിപ്രൈഡ്, ഓപ്ഷൻ സി ഇൻസുലിൻ, ഓപ്ഷൻ ഡി പയോഗ്ലിറ്റസോൾ. ഓക്കെ,
40-year-old ഒബേസ് പേഷ്യന്റിൽ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് ആൻസർ വരുന്നത് മെറ്റ്ഫോമിനാണ്. മെറ്റ്ഫോമിനാണ് നമ്മൾ ആ ഒരു ഡയബറ്റീസിന് ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ ആ ഒരു പേഷ്യന്റ് ഒബേസും കൂടെ ആയത് കാരണം ആ ഒരു മെറ്റ്ഫോമിൻ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വെയിറ്റ് ഗെയിൻ വരുന്നില്ല. വെയിറ്റ് ഗെയിൻ വരാത്തത് കാരണം തന്നെ നമുക്കൊരു ഒബേസ് പേഷ്യന്റിൽ നമുക്കത് സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ബാക്കി ഗ്ലിമിപ്രൈഡ്, ഇൻസുലിൻ, പയർഗ്ലിറ്റസോൺ ഇതിന്റെ ഒക്കെ ആ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അവിടെ വെയിറ്റ് ഗെയിൻ വരുന്നുണ്ട്. അപ്പൊ ആ ഡ്രഗ് നമ്മൾ ഒബേസ് പേഷ്യന്റിന് ഫേവറബിൾ ആയിട്ടുള്ളതല്ല. അപ്പൊ നമുക്കിവിടെ മെറ്റ്ഫോമിൻ ആണ് ഇവിടെ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആയിട്ട് നമുക്കിവിടെ ആൻസർ ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, എ ഫാർമസി ഇൻ സൗദി അറേബ്യ ഹാസ് ഇൻകം ഓഫ് 12 million ദിസ് ഇയർ. They are planning to increase the income by 3% next year. What will be the income next year? ഓക്കെ, അപ്പൊ 12 million ആണ് ഈ ഒരു വർഷത്തെ ഇൻകം. നെക്സ്റ്റ് ഇയർ ഇൻകം 3% ഇൻക്രീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും നെക്സ്റ്റ് ഇയറിലെ ഇൻകം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻസ് വരുന്നത് 12.36 million, 12.5 million, 13 million, 13.2 million. ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതില് കറന്റ്ലി 12 million ആണ് ആ ഒരു പ്രസന്റ് ഇയറിലെ ഇൻകം വരുന്നത്. നെക്സ്റ്റ് ഇയറിൽ ഇൻക്രീസ് ബൈ 3%. 3% ആണ് ഇൻക്രീസ് ആവുന്നത്. അപ്പൊ ആ നെക്സ്റ്റ് ഇയറിലെ ഇൻകം കണ്ടുപിടിക്കാൻ നമുക്ക് 3% ഓഫ് 12 million. 12 millionന്റെ 3% എത്രയാന്നുള്ളത് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കത് ചെയ്യാൻ എന്താ, 12 into 3 divided by 100 ചെയ്താൽ നമുക്ക് ആ ഒരു 3% ഓഫ് 12 million നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്നതാണ് ഇവിടെ ആ ഒരു 12 million into 0.03 എന്ന് പറയുന്നത് 3 divided by 100 ചെയ്തിട്ടുള്ളതാണ്. 12 million into 3 divided by 100 ചെയ്താൽ നമുക്ക് ആ ഒരു 3% ഓഫ് 12 million കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് 0.36 million ആണ് ആ ഒരു 3% ഓഫ് 12 million ആൻസർ വരുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിന് നെക്സ്റ്റ് ഇയറിന്റെ ആ ഒരു കംപ്ലീറ്റ് ഇൻകം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്, നമുക്ക് ആ ഒരു കറന്റ്ലി ആ ഒരു പ്രസന്റ് ഇയറിൽ എത്രയാണോ ഇൻകം വന്നത് അത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു 3% ഓഫ് 12 million ഒപ്പം നമ്മൾ ആഡ് ചെയ്താൽ മതി. അതായത് 12 million ആണ് നമുക്ക് ഇൻകം വരുന്നത്, അതിന്റെ ഒപ്പം പ്ലസ് ആ ഒരു 3% ഓഫ് 12 million കൂടെ ആഡ് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ എത്ര ഇൻകം ആണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ 3% ഓഫ് 12 million എന്ന് പറയുന്നത് എത്ര കിട്ടിയത്, നമുക്ക് ആ ഒരു 0.36 million ആണ് അതിന്റെ ആ ഒരു ഇൻകം, 3% ഓഫ് 12 million കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒപ്പം നമ്മൾ 12 million കൂടെ ആഡ് ചെയ്താൽ 12.36 million ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. 12 million ഓൾറെഡി ഉണ്ട്, 0.36 million ആണ് നമുക്ക് ആ ഒരു 3% കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പൊ 12 പ്ലസ് 0.36 ആഡ് ചെയ്താൽ നമുക്ക് 12.36 million ആണ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് ഇയറിലെ ആ ഒരു ഇൻകം എത്രയാന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു 3% ഇൻക്രീസ് ചെയ്യുന്നത് കാരണം 12 millionന്റെ 3% കണ്ടുപിടിച്ചു. എന്നിട്ട് അത് 12 million ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, എ ടോട്ടൽ പാരന്റൽ ന്യൂട്രീഷൻ സൊല്യൂഷൻ വാസ് ഫൗണ്ട് ടു ബി ക്ലൗഡി അറ്റ് ദ ടൈം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. വാട്ട് ഈസ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ? ഓപ്ഷൻ എ, can dispense. ഓപ്ഷൻ ബി, shake it and dispense. ഓപ്ഷൻ സി, discard the TPN. ഓപ്ഷൻ ഡി, ഫിൽറ്റർ ദ TPN ആൻഡ് ഡിസ്പെൻസ്. ഇവിടെ എന്തായിരിക്കും, നമുക്ക് ഈ ഒരു TPN എന്ന് പറയുന്നത് ക്ലൗഡി ആയിട്ടാണ് നമുക്ക് കണ്ടത് ആ ഒരു ടൈം ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്, ആ ക്ലൗഡിനെസ് കാണുന്നത് കാരണം, ക്ലൗഡിനെസ് കണ്ടാൽ അത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആ ഒരു TPN കണ്ടാമിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിൽ പ്രസിപ്പിറ്റേഷൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അത് പേഷ്യന്റിനെ അഡ്മിനിസ്റ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഹാംഫുൾ ആയിരിക്കും. അപ്പൊ നമ്മളത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടില്ല, ഡിസ്കാർഡ് ചെയ്ത് പുതിയ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാണ് ചെയ്യേണ്ടത്. അത് ഡിസ്പെൻസ് ചെയ്യാൻ പാടില്ല. ആ ക്ലൗഡിനെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഷെയ്ക്ക് ചെയ്ത് ഡിസ്പെൻസ് ചെയ്യരുത്. അതേപോലെ അത് ഫിൽട്ടർ ചെയ്തിട്ട് ഡിസ്പെൻസും ചെയ്യരുത്. നമ്മൾ ആ ഒരു TPN ഡിസ്കാർഡ് ചെയ്ത് പുതിയത് പ്രിപ്പയർ ചെയ്യാണ് വേണ്ടത്. ക്ലൗഡിനെസ് ഉള്ളത് നമ്മൾ പേഷ്യന്റിന് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതാണ്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് എ ബഫർ ഇൻ എ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻ? ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷനിൽ ബഫറിന്റെ യൂസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ടു എൻഹാൻസ് ദി ഫ്ലേവർ. ഓപ്ഷൻ ബി, ടു മെയിൻറ്റെയിൻ ദി pH ഓഫ് ദി പ്രിപ്പറേഷൻ. ഓപ്ഷൻ സി, ടു ഇൻക്രീസ് ദ സൊല്യൂബിലിറ്റി. ഓപ്ഷൻ ഡി, ടു ഇംപ്രൂവ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്. ഇവിടെ എന്തായിരിക്കും, ബഫർ എന്ന് പറയുന്നത് എന്താണ്, മെയിൻറ്റെയിൻ ദി pH ഓഫ് ദി പ്രിപ്പറേഷൻ. ആ ഒരു പ്രിപ്പറേഷന്റെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ബഫർ ആഡ് ചെയ്യുന്നത്.
ആ ഒരു pH നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി അവിടെ സൊല്യൂബിലിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്രഗിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ ഇംപ്രൂവ് ആവുന്നുണ്ട്. അതെല്ലാം സെക്കൻഡറി യൂസുകളാണ്. നമുക്ക് മെയിൻ ആയിട്ട് ആ ഒരു ബഫർ എന്ന് പറയുന്നത് ആ ഒരു ഡ്രഗിന്റെ ആ ഒരു പ്രിപ്പറേഷന്റെ pH മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, എ പേഷ്യന്റ് ഈസ് ബ്രോട്ട് ടു ദ എമർജൻസി department due to an overdose of paracetamol. What is the most appropriate treatment? Paracetamol overdose ആയിട്ട് വന്നിട്ടുള്ളതാണ്. എന്താണ് ട്രീറ്റ്മെന്റ്? ഓപ്ഷൻ എ നാലോക്സോൺ, ഓപ്ഷൻ ബി എൻ അസറ്റൈൽസിസ്റ്റീൻ, ഓപ്ഷൻ സി ഫ്ലുമാസിനിൽ, ഓപ്ഷൻ ഡി എട്രോപ്പിൻ. ഏതായിരിക്കും? പാരസെറ്റമോൾ ഓവർഡോസ് ആയി വന്നാൽ നമ്മൾ അതിന്റെ ആന്റിഡോട്ട് ആയിട്ട് കൊടുക്കുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി എൻ അസറ്റൈൽ സിസ്റ്റീൻ ആണ് ആൻസർ വരുന്നത്. നമുക്കറിയാം പാരസെറ്റമോളിന്റെ ആ ഒരു ടോക്സിസിറ്റി ആന്റിഡോട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? എൻ അസറ്റൈൽ സിസ്റ്റീൻ ആണ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ എ നാലക്സോൺ എന്തിന്റെ ഓവർഡോസിനാണ് നമ്മൾ കൊടുക്കുന്നത്? ഏത് ഡ്രഗിന്റെ ഓവർഡോസിനായിരിക്കും നമ്മൾ നാലക്സോൺ കൊടുക്കുന്നത്? നാലക്സോൺ എന്ന് പറയുന്നത് ഒപ്പിയോയിഡ് ഓവർഡോസിന് കൊടുക്കുന്ന ഡ്രഗാണ്. ഫ്ലുമാസിനിൽ എന്ന് പറയുന്നത് എന്താണ്? ബെൻസോഡൈസപീൻസിന്റെ ഒക്കെ ഓവർഡോസ് വന്നാൽ കൊടുക്കുന്നതാണ്. എട്രോപ്പിൻ നമ്മൾ ഇതിനായിട്ടൊരു ആന്റിഡോട്ടായിട്ട് ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റിഡോട്ടാണ് എട്രോപ്പിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പാരസെറ്റമോൾ അഥവാ അസറ്റമിനോഫിന്റെ ഓവർഡോസിന് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? എൻ അസറ്റൈൽ സിസ്റ്റീൻ ആണ്. ഓക്കെ, അടുത്തതാണ് മില്ലി ഇക്വാലൻസ് യൂണിറ്റ് ഈസ് യൂസ് ടു മെഷർ വിച്ച് ഓഫ് ദി ഫോളോയിങ്. മില്ലി ഇക്വാലൻസ് എന്ന് പറയുന്ന യൂണിറ്റ് എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്, ഓപ്ഷൻ ബി കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ഇൻ ദി ബ്ലഡ്, ഓപ്ഷൻ സി കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദി ബ്ലഡ്, ഓപ്ഷൻ ഡി വോളിയം ഓഫ് എ സൊല്യൂഷൻ. ഏതാണ് മില്ലി ഇക്വാലൻസ് യൂണിറ്റ് ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏത് മെഷർ ചെയ്യാനാണ്? കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആണ് നമ്മൾ മില്ലി ഇക്വാലൻസ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. അതായത് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഇതിന്റെ എല്ലാം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മില്ലി ഇക്വാലൻസ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ഇൻ ബ്ലഡിൽ നമ്മൾ ആ ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ നമ്മൾ എങ്ങനെയാണ്? mg/ലിറ്റർ അല്ലെങ്കിൽ മൈക്രോഗ്രാം പെർ ml ഒക്കെയാണ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻസ് ഒക്കെ നമ്മൾ mg/ഡെസിലിറ്റർ അല്ലെങ്കിൽ മില്ലിമോൾ പെർ ലിറ്റർ ഒക്കെ ആയിട്ടാണ്. പിന്നെ നമ്മൾ സൊല്യൂഷൻ വോളിയം ഓഫ് സൊല്യൂഷൻസ് ഒക്കെ എങ്ങനെയാണ് അതിന്റെ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്? ml ലിറ്റർ ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ മില്ലി ഇക്വാലൻസ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, a 3-year-old boy has excessive bleeding following a dental procedure. The child has a family history of bleeding disorders. Laboratory findings show a factor 8 deficiency. What is the diagnosis? ഇവിടെ ഫാക്ടർ 8 ക്ലോട്ടിൻ ഫാക്ടർ 8 ഡെഫിഷ്യൻസി കാണിച്ചിട്ടുണ്ട്. എന്താണ് ഡയഗ്നോസിസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഹീമോഫിലിയ എ, ഓപ്ഷൻ ബി ഹീമോഫിലിയ ബി, ഓപ്ഷൻ സി വോൺ വിൽബ്രാൻഡ് ഡിസീസ്, ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി. ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഹീമോഫിലിയ എ ആണ്. ഹീമോഫിലിയ എ എന്ന് പറയുന്നത് എന്താണ്? അത് ക്ലോട്ടിൻ ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ബ്ലഡ് ഡിസോർഡർ ആണ് ഹീമോഫിലിയ 8 എന്ന് പറയുന്നത്. ആന്റി ഹീമോഫിലിക് ഫാക്ടർ എ ആണ് ക്ലോട്ടിൻ ഫാക്ടർ 8 എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് ഹീമോഫിലിയ എ എന്ന് പറയുന്നത്. ഹീമോഫിലിയ ബി എന്ന് പറയുന്നത് എന്താണ്? അത് ക്ലോട്ടിൻ ഫാക്ടർ 9ന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ക്ലോട്ടിൻ ഫാക്ടർ 8 ആണ് ആ ഒരു ബോയ്ക്ക് ഡെഫിഷ്യന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഹീമോഫീലിയ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, താങ്ക് യു.